ഏവർക്കും അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ജിൻസിയാണ്. ഇന്ത്യക്കാരായ ചെറുപ്പക്കാരിൽ ഹൃദ്രോഗം വർദ്ധിക്കുന്നു. ജീവിത രീതിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? പാരമ്പര്യം, അനാരോഗ്യകരമായ ജീവിതശൈലി, സമ്മർദ്ദം തുടങ്ങി വിവിധ കാരണങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ ചെറുപ്പക്കാരിൽ ഹൃദ്രോഗങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. അനാരോഗ്യകരമായ ഭക്ഷണശീലവും, എക്സസൈസ് ഇല്ലായ്മ, പുകവലി, മദ്യപാനം, ഉറക്കമില്ലായ്മ, പഠനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ തൊഴിലുമായി ബന്ധപ്പെട്ടോ ഉള്ള സമ്മർദ്ദം ഇവയൊക്കെ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും. മാത്രമല്ല, ഇന്ത്യക്കാരിൽ ഇൻസുലിൻ റെസിസ്റ്റൻസും ഉയർന്ന കൊളസ്ട്രോളും കാണപ്പെടുന്നത് സാധാരണമാണ്. ഇതും ഹൃദ്രോഗങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. എന്നാൽ നേരത്തെ തന്നെ മുൻകരുതലുകൾ സ്വീകരിക്കുന്നത് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കും. അതിനായി എന്തൊക്കെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആരോഗ്യകരമായ ഭക്ഷണക്രമം പിന്തുടരുന്നത് ഹൃദ്രോഗത്തിനുള്ള സാധ്യത ഒരു പരിധിവരെ കുറയ്ക്കുന്നതാണ്. പ്രോസസ്ഡ് ഭക്ഷണ വസ്തുക്കൾ, മധുരം, അനാരോഗ്യകരമായ കൊഴുപ്പടങ്ങിയ ഭക്ഷണം എന്നിവ ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കും. കാർബോഹൈഡ്രേറ്റ് ധാരാളം അടങ്ങിയതും വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണം അമിതവണ്ണത്തിനും കൊളസ്ട്രോളിന്റെ നില ഉയരാനും കാരണമാകും. ഇതിനു പകരം ആരോഗ്യകരമായ കൊഴുപ്പടങ്ങിയ ഭക്ഷണവും പച്ചക്കറികളും പഴങ്ങളും ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്താം. കൂടാതെ ഫാറ്റും കലോറിയും കുറഞ്ഞതും പ്രോട്ടീൻ സമ്പുഷ്ടവുമായ ആഹാരം ഹൃദയത്തിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ സഹായിക്കും. ഭക്ഷണത്തിൽ ഉപ്പിന്റെയും പഞ്ചസാരയുടെയും അളവ് കുറയ്ക്കുന്നതും ആവശ്യമായി ചെയ്യേണ്ട കാര്യമാണ്. പാക്കറ്റുകളിൽ എത്തുന്ന ലഘുഭക്ഷണങ്ങൾ, അച്ചാറുകൾ, സോഫ്റ്റ് ഡ്രിങ്കുകൾ എന്നിവ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നതിൽ ശ്രദ്ധ പാലിക്കണം. ഭക്ഷണത്തിൽ അടങ്ങിയ അമിതമായ ഉപ്പ് രക്തസമ്മർദ്ദം ഉയരുന്നതിനും സോഫ്റ്റ് ഡ്രിങ്കുകളിൽ അടങ്ങിയിരിക്കുന്ന മധുരം പ്രമേഹത്തിനും അമിതവണ്ണത്തിനും വഴിവെക്കും. ദിവസവും എക്സസൈസ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. പഠനം, ജോലി അങ്ങനെ ദീർഘനേരം ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ് യുവാക്കളിൽ ഭൂരിഭാഗം പേരും. പ്രഭാത നടത്തം, യോഗ തുടങ്ങി ഏതെങ്കിലും എക്സസൈസ് ക്രമം ദിവസവും ചുരുങ്ങിയത് 30 മുതൽ 45 മിനിറ്റ് ചെയ്യുന്നത് ഹൃദയത്തിന് മാത്രമല്ല മനസ്സിനും നല്ലതാണ്. പഠനം, ജോലി, കുടുംബം തുടങ്ങി വിവിധ വഴികളിൽ നിന്നും എത്തുന്ന സമ്മർദ്ദവും ഹൃദയാരോഗ്യത്തിന് ദോഷകരമായി ബാധിക്കും. ആയതിനാൽ സമ്മർദ്ദത്തെ ആരോഗ്യകരമായി കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കണം. താല്പര്യമുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുന്നതും എക്സസൈസ് ചെയ്യുന്നതും മറ്റു ഉത്കണ്ഠയും സമ്മർദ്ദത്തെയും കൈകാര്യം ചെയ്യാൻ സഹായിക്കും. അമിതവണ്ണം, പ്രത്യേകിച്ച് ബെല്ലി ഫാറ്റ്, ഹൃദ്രോഗ സാധ്യത കൂട്ടും. ഒരു രസത്തിന് ഫാസ്റ്റ് ഫുഡ് കഴിച്ചു തുടങ്ങുകയും പിന്നീട് അതിന് അടിമയാകുകയും ചെയ്യുന്ന നിരവധി യുവാക്കളെ നമ്മുടെ ചുറ്റുവട്ടത്ത് കാണാം. ഇത്തരക്കാരിൽ അമിതവണ്ണത്തിനുള്ള സാധ്യതയും കൂടുതലായിരിക്കും. ശരീരവണ്ണം അമിതമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആയതിനാൽ ഭക്ഷണം കഴിക്കുന്നതിലും എക്സസൈസ് ചെയ്യുന്നതിലും പ്രത്യേകം ശ്രദ്ധ പുലർത്തണം. പുകവലിയും മദ്യപാനവും ഒഴിവാക്കുക. പുകവലി രക്തക്കുഴലുകളെ നശിപ്പിക്കുമ്പോൾ മദ്യപാനം ഉയർന്ന രക്തസമ്മർദ്ദത്തിനും കരൾ രോഗങ്ങൾക്കും സാധ്യത കൂട്ടും. ഇവ രണ്ടും ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും ദോഷകരമാണ്. ആയതിനാൽ പുകവലിയും മദ്യപാനവും ഉപേക്ഷിക്കുക. നന്നായി ഉറങ്ങുക എന്നതും ഹൃദയാരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. ഉറക്കം കുറയുന്നത് രക്തസമ്മർദ്ദം ഉയരാൻ കാരണമാകും. ഉറങ്ങാൻ കൃത്യമായ സമയം പാലിക്കുക. 7 മുതൽ 9 മണിക്കൂർ ഉറങ്ങാൻ ശ്രദ്ധിക്കുക. കൃത്യമായ ആരോഗ്യ പരിശോധനകൾ നടത്തേണ്ടതും അത്യാവശ്യമാണ്. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കുക. അസാധാരണമായി എന്തെങ്കിലും കാണുന്ന പക്ഷം വൈദ്യസഹായം തേടുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.